നമസ്കാരം. ടീം ഇന്ത്യയുടെ 2025 പോരാട്ടങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ്. ആദ്യം ഇംഗ്ലണ്ടിനെതിരായ T20 ഏകദിന പരമ്പരയും പിന്നീട് ചാമ്പ്യൻസ് ട്രോഫിയുമാണ് വരാനിരിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച ഇതെല്ലാം വളരെ നിർണായകവുമാണ്. ഓസ്ട്രേലിയയോട് തോറ്റ നാണം കെട്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് പഴയ സൽപ്പേര് തിരിച്ചുപിടിക്കാൻ ഇന്ത്യക്ക് തുടർ ജയങ്ങൾ അത്യാവശ്യമാണ്. ചാമ്പ്യൻസ് ട്രോഫി കിരീടം നേടിയെടുക്കുക എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഗൗതം ഗംഭീറിനെ സംബന്ധിച്ച പരിശീലകൻ എന്ന നിലയിൽ വരുന്ന പരമ്പരകൾ നിലനിൽപ്പിന്റെ പ്രശ്നം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ടീം തെരഞ്ഞെടുപ്പും ശക്തമായിരിക്കും. മോശം ഫോമിലുള്ളവരെ പുറത്താക്കി കരുത്തുറ്റ താരങ്ങളെ മാത്രം ഇന്ത്യ ടീമിലേക്ക് കൊണ്ടുവരുമെന്ന ഉറപ്പാണ്. ഇന്ത്യ പ്രധാനമായും ടീമിൽ വരുത്താൻ സാധ്യതയുള്ള നീക്കങ്ങളും മാറ്റങ്ങളും എന്തൊക്കെയാണ് എന്ന് ഈ ഒരു ഘട്ടത്തിൽ പരിശോധിക്കാം. ഇന്ത്യയുടെ സ്റ്റാർ പേസറായ ജസ്പ്രീത് ബുംറ തുടർച്ചയായി മത്സരം കളിച്ച് തളർന്നിരിക്കുകയാണ്. ഓസ്ട്രേലിയക്കെതിരായ ബോർഡർ ഗവസ്കർ ട്രോഫിയിലെ 5ാം മത്സരത്തിൽ ബുംറയ്ക്ക് പരിക്ക് വരെയേറ്റു. ചാമ്പ്യൻസ് ട്രോഫിയും പിന്നീട് IPLും വരാനിരിക്കെ ബുംറയ്ക്ക് വിശ്രമം നിർദ്ദേശിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ടിനെതിരായ T20 ഏകദിന പരമ്പരയിൽ ജസ്പ്രീത് ബുംറ ഉണ്ടാകില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. ബുംറയുടെ അഭാവത്തിൽ ഇന്ത്യക്ക് കാര്യങ്ങൾ പ്രയാസമായിരിക്കുമെന്നും ഉറപ്പാണ്. ഇന്ത്യക്കായി T20യിലും ടെസ്റ്റിലും മിന്നുന്ന പ്രകടനമാണ് യശസ്വി ജയ്സ്വാൾ കാഴ്ചവെക്കുന്നത്. എന്നാൽ ഏകദിനത്തിൽ അരങ്ങേറാനുള്ള അവസരം ലഭിച്ചിരുന്നില്ല. ഇംഗ്ലണ്ടിനെതിരായ T20 പരമ്പരയിൽ ജയ്സ്വാൾ ഉണ്ടായേക്കില്ല, വിശ്രമം നൽകുമെന്നാണ് ലഭിക്കുന്ന വിവരം. എന്നാൽ ഏകദിനത്തിലും ചാമ്പ്യൻസ് ട്രോഫിയിലും ജയ്സ്വാളിനെ ഇന്ത്യ ടീമിലേക്ക് വിളിച്ചേക്കും. ബാക്കപ്പ് ഓപ്പണർ റോളിലാകും ജയ്സ്വാൾ എത്തുക എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ശുഭ്മാൻ ഗില്ലും രോഹിത് ശർമ്മയും തന്നെ ഓപ്പണർമാരായി തുടർന്നേക്കും. ഓസ്ട്രേലിയക്കെതിരായ ബോർഡർ ഗവസ്കർ ട്രോഫിയിൽ ഭേദപ്പെട്ട പ്രകടനമായിരുന്നു മുഹമ്മദ് സിറാജ് കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെ സിറാജിനെ ആ ഒരു പരമ്പരയിൽ വിശ്രമം അനുവദിച്ചേക്കാനാണ് സാധ്യത കൂടുതൽ. അതേസമയം ഏകദിനത്തിലും ചാമ്പ്യൻസ് ട്രോഫിയിലും ബൗളർമാരുടെ പട്ടികയിൽ സിറാജ് ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. ചാമ്പ്യൻസ് ട്രോഫിയിൽ ജസ്പ്രീത് ബുംറ, മുഹമ്മദ് സിറാജ്, അർഷ്ദീപ് സിംഗ് പേസ് കൂട്ടുകെട്ട് തന്നെ വരാൻ അല്ലെങ്കിൽ ഒരുമിക്കാൻ സാധ്യതയുണ്ട്. മുഹമ്മദ് ഷമിയുടെ കാര്യത്തിൽ ഫിറ്റ്നസ് വിലയിരുത്തിയാകും ഭാവി തീരുമാനം. പേസ് ഓൾറൗണ്ടർമാരായ ഹാർദിക് പാണ്ഡ്യ, നിതീഷ് കുമാർ റെഡ്ഡി എന്നിവരിൽ ഒരാളും എത്തിയേക്കും. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയിൽ സഞ്ജു സാംസൺ ഉണ്ടായേക്കുമോ എന്നൊരു ചോദ്യമുണ്ട്. പക്ഷേ ഉണ്ടായേക്കില്ല എന്നാണ് അറിയുന്നത്. T20 പരമ്പരയിൽ ഓപ്പണർ റോളിൽ സഞ്ജു തുടരും. എന്നാൽ ഏകദിനത്തിലേക്ക് ഇപ്പോൾ സഞ്ജു സാംസണെ പരിഗണിക്കേണ്ട എന്നാണ് ടീം മാനേജ്മെന്റിന്റെ തീരുമാനം. വിക്കറ്റ് കീപ്പർ റോളിൽ KL രാഹുലും ഋഷഭ് പന്തിനുമാണ് മുൻതൂക്കമുള്ളത്. അങ്ങനെ വരുമ്പോൾ സഞ്ജുവിന് ചാമ്പ്യൻസ് ട്രോഫിയും കരക്കിരുന്ന് കാണേണ്ടി വരുമെന്നതാണ് വസ്തുത. ഏകദിനത്തിൽ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും തുടരും. രണ്ടുപേരുടെയും ടെസ്റ്റിലെ പ്രകടനം നിരാശപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ വിമർശനവും ശക്തമാണ്. ഇവരെ പുറത്താക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കെ ഇരുവർക്കും ഇംഗ്ലണ്ട് ഏകദിന പരമ്പരയിലും ചാമ്പ്യൻസ് ട്രോഫിയിലും അവസരം ലഭിക്കുമെന്നാണ് വിവരം. T20യിൽ നിന്ന് രോഹിത്തും കോഹ്ലിയും വിരമിച്ചു കഴിഞ്ഞു. ചാമ്പ്യൻസ് ട്രോഫിയോടെ രോഹിത്ത് ഏകദിനം മതിയാക്കാനും സാധ്യത കൂടുതലാണ്. അതേസമയം കോഹ്ലി ഇനിയും തുടർന്നേക്കും.